ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനിലൂടെ വിലയേറിയ ഉപദേശങ്ങളും ആലോചനകളും കേൾപ്പാൻ ഇന്ന് പകൽക്കാലം ഇടയായി. നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റെടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്നുള്ളത് ഒരിക്കൽ കൂടെ ഓർപ്പിക്കുക. എനിക്ക് വളരെ സന്തോഷമായി കർത്താവിൻ്റെ ദാസനിലൂടെ ഇന്ന് കേൾപ്പിച്ച എല്ലാ ദൈവവചനങ്ങളും നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റത്തിന് തുടക്കമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നൊരു ടീച്ചിങ്ങിലേക്ക് പോകുവാനായിട്ട് കർത്താവിൽ ശരണം പ്രാപിക്കുന്നു. പലപ്പോഴും ദൈവസഭയ്ക്ക് എന്ന് പറയുമ്പോൾ ഇതൊരു വലിയ പാക്കേജാണ്. നമുക്ക് ആശ്വാസത്തിൻ്റെ വചനമുണ്ട്, നമ്മളെ എൻകറേജ് ചെയ്യുന്ന മെസ്സേജുകളുണ്ട്. എന്നാൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനങ്ങൾ നമ്മൾ പലപ്പോഴും പഠിക്കുവാനും ഒക്കെ നമ്മൾ വളരെ താല്പര്യം കാണിക്കണം. പലപ്പോഴും നമുക്ക് അടിസ്ഥാനമാണ് അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ട് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളെ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കുവാൻ ഇടയായി തീരുകയുള്ളൂ എന്ന് ആത്മാർത്ഥമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നമുക്ക് ഇപ്പോഴേ പറഞ്ഞ പോലെ ഈസ്റ്ററും ഗുഡ് ഫ്രൈഡേ ഒക്കെ ആഘോഷിക്കുന്ന ഒരു സമയമാണ്. സ്തോത്ര ഹല്ലേലൂയ. എല്ലാ വർഷവും മറ്റുള്ളവരൊക്കെ കർത്താവിനെ ക്രൂശിക്കുകയും ഉയർപ്പിക്കുകയും ഓരോ വർഷവും ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഞാൻ ഈ സമയം ഇവിടുന്നൊരു സംഭവം എൻ്റെ മനസ്സിൽ കൂടെ കടന്നു വന്നത് 2012 ഞങ്ങളുടെ സഭയിൽ ഒരു ഹിന്ദു മതത്തിൽ വിശ്വാസത്തിൽ വന്ന ഒരു കർത്താവിൻ്റെ ദാസൻ്റെ സാക്ഷ്യം കേൾപ്പാനിടയായി. അപ്പോൾ അദ്ദേഹം ഒരു വ്യക്തിയുടെ മാനസാന്തരത്തെക്കുറിച്ച് പറയുവാൻ ഇടയായി തീർന്നു. അപ്പോൾ അദ്ദേഹം ഒരു ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള ഒരു വ്യക്തിയാണ്. ഈ പാസ്റ്റർ പറഞ്ഞ ആ വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചു. അപ്പോൾ ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ട് സച്ചിൻ പാസ്റ്റർ അറിയാം. എനിക്ക് ഈ ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആചാരങ്ങളൊന്നും ശരിയായിട്ട് അറിയത്തില്ല. അപ്പോൾ 40ാമത്തെ ദിവസം ഒരു വലിയ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ഒരു തിരുമേനിയൊക്കെ വിളിച്ച് വലിയൊരു പ്രാർത്ഥനയൊക്കെ നടത്തി വലിയൊരു ആഘോഷമായിട്ട് കുറേ പൈസയൊക്കെ ചിലവാക്കി ആത്മാവിനെ നിത്യശാന്തി നേരാനും ആത്മാവിനെ സ്വർഗത്തിലേക്ക് കയറ്റാനുള്ളൊരു പ്രാർത്ഥനയാണ്. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ പിറ്റേയും ഇദ്ദേഹം ഗൾഫിലുള്ള ഈ മകനെ വിളിച്ച് അമ്മ പറഞ്ഞു, മോനെ അടുത്ത അപ്പച്ചൻ്റെ ഓർമ്മ ദിവസം വരുന്നുണ്ട്, നമുക്ക് ഒരു വലിയ ആഘോഷമായിട്ട് നടത്തണം, തിരുമേനിയെ വിളിക്കണം, പ്രാർത്ഥനയൊക്കെ ആവശ്യമാണ്. അപ്പം ചോദിച്ചു, അമ്മ എന്തിനാ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തുവാ? മോനെ നമ്മുടെ അപ്പന് ഒരു ആത്മാവ് ശാന്തി വരണ്ടേ? സ്തോത്രം. അപ്പോൾ ചോദിച്ചു, എടാ കഴിഞ്ഞ വർഷം നമ്മൾ കയറ്റി സ്വർഗത്തിൽ വെച്ചതല്ലേ, പിന്നെ ആരാ എൻ്റെ അപ്പനെ തള്ളി താഴെ ഇട്ടേന്ന് ചോദിക്കും. അപ്പോൾ എല്ലാ വർഷവും താഴെ ഇടുകയും മേളിൽ കയറ്റുകയും ചെയ്യുന്ന അതേ ഒരു അനുഭവമാണ് ഈ കാലഘട്ടത്തിലും കർത്താവിനെ ക്രൂശിക്കുകയും ഉയർപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ ആ ഒരു ചിന്ത പറയുവാനിടയായി. നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. മത്തായി 5:20. അതിൻ്റെ പിന്നെ ഇംഗ്ലീഷോടെ ഒന്ന് വായിക്കാമോ? സ്തോത്രം. നമ്മളെല്ലാം സ്വർഗരാജ്യത്തിൽ നമ്മുടെ എല്ലാം പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൽ കടക്കുക എന്നുള്ളതാണ്. നമ്മൾ നീ എത്ര ഇവിടൊക്കെ എന്തെല്ലാം ചെയ്താലും കർത്താവ് പറയും, നിങ്ങൾ സകലവും നേടിയിട്ട് നിങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? അപ്പോൾ ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശ വരണം, ഒരു അടിസ്ഥാനം. ഇവിടെ കർത്താവ് സെർമൻ ഓൺ ദ മൗണ്ട് 5 അധ്യായം 5, 6, 7 അധ്യായങ്ങൾ സെർമൻ ഓൺ ദ മൗണ്ടാണ്. കർത്താവിൻ്റെ അടുക്കൽ 10,000 പുരുഷന്മാർ 2-3 ദിവസമായിട്ട് വചനം കേൾപ്പാനായിട്ട് കടന്നു വരും. ഞാൻ ഇങ്ങനെ ആലോചിക്കുക, ഇവരെങ്ങനെ ഈ 3 ദിവസം ഇരുന്ന് നമുക്കിവിടെ 1/2 മണിക്കൂർ പോലും ഇരിക്കാൻ പറ്റത്തില്ല. 1/2 മണിക്കൂർ കഴിയുമ്പോഴേ നമുക്ക് ഞരക്കമൊക്കെ വരും. ഈ പറഞ്ഞ പോലെ ദേഹി ഇളകും. സ്തോത്രം. അപ്പോൾ അവിടെ ഒരു കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നു. അത് ഇന്നിപ്പോൾ കർത്താവിൻ്റെ ദാസനിലൂടെ നമ്മൾ കേട്ട് അല്ലെങ്കിൽ ആത്മാവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ ആത്മാവിനെ കൺട്രോൾ ചെയ്യുമ്പോൾ
ആത്മാവിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴാണ് ദേഹി ഒതുങ്ങുവാനായിട്ട് ഇടയായിത്തീരുന്നത്. 3 ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കർത്താവിൻ്റെ ആ പ്രീച്ചിങ്ങിന് മുമ്പിൽ ഇരിക്കുവാനിടയായ, ഒരു നേരം ഭക്ഷണം പോലും കഴിക്കാതെ, സ്തോത്രം, അവർക്ക് ഇരിക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ സ്തോത്രം, അല്ലെ വലിയൊരു യാഥാർത്ഥ്യമാണ്. കർത്താവ് പറഞ്ഞ ആ ഗിരിപ്രഭാഷണത്തിൻ്റെ ആ ബിയാറ്റ്യൂട്ട്സ്, ഭാഗ്യവർണ്ണ അവസ്ഥകളൊക്കെ പറഞ്ഞു വരുമ്പോൾ, അതിൻ്റെ 20-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ കർത്താവ് ഒരു വിപ്ലവം സൃഷ്ടിക്കുകയാണ്. നിങ്ങളുടെ നീതി. അപ്പോൾ യേശുവിൻ്റെ അടുത്ത് യേശു ശിഷ്യന്മാരുണ്ട്, കുറേ പേര് അതിൻ്റെ താഴ്വാരത്തിലുണ്ട്. നിങ്ങളൊന്ന് സങ്കല്പിക്കുക, 10,000-5000 പേരൊക്കെ കാണും. ഇതെങ്ങനെയാണ് ഈ ശബ്ദം കേട്ടതെന്ന് നമുക്കറിയത്തില്ല. അന്ന് മൈക്കില്ല, സൗണ്ട് സിസ്റ്റങ്ങളില്ല. പക്ഷെ കർത്താവ് പറയുന്നതെല്ലാം അവർ കേൾക്കാമായിരുന്നു. അവിടെ 20-ാമത്തെ വാക്യത്തിൽ എത്തുമ്പോഴാണ് പരീശന്റെയും ശാസ്ത്രിയുടെയും നീതിയെപ്പറ്റി പറയുന്നത്. സ്തോത്രം. അപ്പൊ അവർക്കൊരു നീതിയുണ്ട്. പരീശനും ശാസ്ത്രിക്കും ഒരു നീതിയുണ്ട്. ന്യായപ്രമാണം വളരെ ശക്തമായി ആചരിക്കുകയും പഠിപ്പിക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ആ കാലഘട്ടത്തിൽ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ നീതി ഇവരെ ഓവർകം ചെയ്യണം, ഇവരെ എക്സീഡ് ചെയ്യണം. അതങ്ങനെ എക്സീഡ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കത്തില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേ, അപ്പോൾ പരീശനും ശാസ്ത്രിക്ക് പോലും സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുവാൻ കഴിയാതിരിക്കെ നമുക്ക് എങ്ങനെ അതിനെ കടക്കുവാനായിട്ട് കഴിയും? അത് ഭയങ്കരമായ ഒരു ചിന്തനീയമായ ഒരു വിഷയമായിട്ട് അവരുടെ മുമ്പിൽ കർത്താവ് അവതരിപ്പിക്കുകയാണ്. സ്തോത്രം. നമുക്ക് ഈ പരീശനെയും ശാസ്ത്രിയെയും നമ്മൾ മനസ്സിലാക്കണം. ശാസ്ത്രി നിങ്ങൾക്കറിയാം, എസ്ര ഒരു ശാസ്ത്രിയായിരുന്നു. സ്ക്രൈബ്സ്, ന്യായപ്രമാണം സ്തോത്രം അതിൻ്റെ പകർപ്പുകളെ സൂക്ഷിക്കുന്ന, ന്യായപ്രമാണം വായിച്ച് പഠിപ്പിക്കുന്ന, പകർത്തി എഴുതുന്ന ഒരു വിഭാഗമാണ് ശാസ്ത്രി എന്ന് പറയുന്നത്. പരീശൻ എന്ന് പറയുന്നത് യഹൂദ മതത്തിലെ ഉന്നതമായ ഒരു വിഭാഗമാണ് ഫരിസീസ് എന്ന് പറയുന്നത്. സ്തോത്രം. ഇവർ രൂപപ്പെട്ടത്, സ്തോത്രം, മലാഖിക്കും മത്തായിക്കും ഇടയിലുള്ള 400 വർഷം നിശബ്ദ വർഷമായിട്ട് കണക്കാക്കപ്പെടുന്നു. ആ കാലഘട്ടത്തിൽ BC 168 രൂപപ്പെട്ട ഒരു മത തീവ്രവാദ സംഘമാണ് പരീശൻ എന്ന് പറയുന്നത്. സ്തോത്രം. അവരെ ഈ ഗ്രീക്ക് കൾച്ചറുകളൊന്നും അവരെ സ്വാധീനിച്ചില്ല, അത് അവർക്ക് ഇഷ്ടമല്ല. അതിനെല്ലാം വേർപെട്ട് മോശ കൊടുത്ത ന്യായപ്രമാണം ശക്തമായി ഫോളോ ചെയ്യുന്ന ഒരു വിഭാഗമാണ് പരീശന്മാർ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളിതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്ന നല്ലതായിരിക്കും. അവര് ഈ ഗ്രീക്ക് കൾച്ചറിലൊന്നും പെടാതെ ന്യായപ്രമാണങ്ങൾ ആചരിക്കുകയും പാലിക്കുകയും ചെയ്യുവാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗമാണ് പരീശന്മാർ. ഇവരുടെ നീതിയെപ്പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടുപോകും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, അവരുടെ നീതി എന്താണ്? സ്തോത്രം. ഇവരെ കർത്താവ് വിളിച്ചത് ഹിപ്പോക്രൈറ്റ്സ്, അല്ലെ കപട ഭക്തിക്കാർ. നമുക്ക് 23 മത്തായി 23 വായിച്ചു. മത്തായി 23 തോന്നുന്നു വായിച്ചല്ലേ? അതിന്റെ 13 വായിക്കുമ്പോഴാണ് പറയുന്നത്, ശാസ്ത്രിമാരെയും പരീശന്മാരെയും കപട ഭക്തിക്കാർ, ഹിപ്പോക്രൈറ്റ്സ് എന്ന് അവർ വിളിച്ചിരിക്കുന്നു. സ്തോത്രം. ഇവരെ ഹല്ലേലൂയ, സ്തോത്രം, ഇവരെന്താണ് ചെയ്തുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ? നമ്മളിത് കമ്പയർ, നമ്മളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഇത് അവരുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കെവിടെ ഇതിരുന്ന് മാനസാന്തരപ്പെടാനുണ്ടെങ്കിൽ നമ്മളത് ഏറ്റെടുക്കുക. 23 സ്തോത്രം, ഹല്ലേലൂയ, അതിൻ്റെ 2-3 വാക്യങ്ങൾ വേഗത്തിലൊന്ന് വായിക്കാം. ഇതിന് സച്ചിൻ ബാസു പറഞ്ഞ പോലെ എനിക്കിതൊന്നും എടുത്ത് തീർക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ 2ാം ഭാഗം
വേറൊരു ദിവസം ദൈവം അനുവദിച്ചാൽ കിട്ടിയാൽ ഞാൻ എടുക്കുക. ഞാൻ ഞങ്ങളുടെ മാതൃസഭയിൽ ഈ സബ്ജക്റ്റ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ശാസ്ത്രയുടെയും പരീക്ഷൻ്റെയും നീതിയും കൊണ്ട് പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. ഒരു ഭാഗം എടുത്ത പിറ്റേ ആഴ്ച ഞങ്ങളുടെ സീനിയർ പാസ്റ്റർ തങ്കച്ചാൻ മരിച്ചു. നിങ്ങൾ പേടിക്കുകയും ചെയ്യല്ലേ, സ്തോത്രമല്ലേ. തങ്കച്ചൻ പാസ്റ്റർ മരിച്ചുപോയി. പിന്നെ ഞാൻ ഈ ശാസ്ത്രയുടെയും പരീക്ഷൻ്റെയും നീതിയും തൂക്കിയിട്ട് കുറേ നാൾ കടന്നു. എനിക്ക് രണ്ടാം ഭാഗം പഠിപ്പിക്കാനേ പറ്റിയില്ല. സ്തോത്രം. ഞാനിങ്ങോട്ട് വരുന്നവരെ പഠിപ്പിക്കാൻ പറ്റിയില്ല. ഒരു ചാൻസ് കൂടെ കിട്ടിയില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ആമേൻ, സ്തോത്രം. അതുകൊണ്ട് ഞാനും ഇതൊക്കെ തൂക്കിയിട്ട് നടക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു. മോശയുടെ പീഠം അവിടെ എല്ലാവർക്കും ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. മോശ അഹരോനും ഒക്കെ ഇരുന്ന പീഠത്തിൽ ഇരിക്കുന്ന ആൾക്കാരാ ശാസ്ത്രിമാരും പരീശന്മാരും. അവരുടെ ഔന്നത്യത്തെ, അവരുടെ ടീച്ചിങ്ങിനെ, അവരുടെ കോളിങ്ങിനെയൊക്കെ ആ ഇരിപ്പിടം കാണിക്കുകയാണ്. സ്തോത്രം. അപ്പം കർത്താവ് ഇതിനെ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മൾ ഹല്ലേലൂയ, സ്തോത്രം, കർത്താവ് ഇവിടെ ഇറങ്ങി വന്നിട്ട് ഇവരുടെ പ്രവൃത്തികളെ കണ്ട് കർത്താവിന് സങ്കടമായി. അതിനെ ശക്തമായിട്ട് റിബ്യൂക്ക് ചെയ്യുകയാണ് ഈ ഹിപ്പോക്രൈറ്റ്സിനെ. ഹല്ലേലൂയ. അവരെ നോക്കിവിടെ നിങ്ങൾ കപടഭക്തിക്കാരാണ്. പക്ഷെ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക്, സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ ഇത് ഇവരുടെ ഒരറ്റത്ത് പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. നമ്മളാണ്, സ്തോത്രം, നമ്മൾ കർത്താവിൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരായിട്ട് നമ്മളിങ്ങനെ പോകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നതിൻ്റെ 4-ാമത്തെ വാക്യം 23:4 ഞാൻ വായിച്ചാട്ടൊന്ന്. അവർ വലിയ ഭാരമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യന്റെ തോളിൽ വെക്കുന്നു. ഒരു വിരൽ കൊണ്ട് പോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല. അവർ പഠിപ്പിക്കുന്നതൊക്കെ വലിയ വെയിറ്റുള്ള സംഗതികളാണ്. പക്ഷെ അവരിന്ന് വരെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നലെ നമ്മൾ മേൽസ്റ്റഡിയിൽ അത് പറഞ്ഞു. നമ്മുടെ പിതാക്കന്മാർക്ക് നമുക്കും, പത്രോസ് പറയും, നമുക്കും ചുമക്കാൻ കഴിയാത്ത ഈ ഭാരമെടുത്ത് നിങ്ങൾ ജാതികളുടെ മേൽ വെക്കരുത്. പത്രോസ് ശക്തമായി പറയുന്നുണ്ട്. അടുത്ത എൻ്റെ 5-ാമത്തെ വാക്യം, അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടത്. നോക്കി, നമ്മുടെ പ്രവൃത്തികൾ മനുഷ്യർ കാണേണ്ടതിന് ചെയ്യാൻ പാടില്ലെന്ന കർത്താവ് പറയുന്നത്. എങ്കിൽ മാത്രമേ പരീശന്റെയും ശാസ്ത്രിയുടെ നീതിയെ നമുക്ക് അടക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ പ്രവൃത്തികൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതിനോ മനുഷ്യരെ കാണിക്കുന്നതിനോ ചെയ്യുവാനുള്ളതല്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ കനമുള്ള, ചുമടുള്ള, ഭാരമുള്ള കാര്യങ്ങൾ എടുത്ത് അന്നത്തെ കാലത്തെ യഹൂദ മതത്തിൽ വിശ്വസിച്ചിരുന്ന വിശ്വാസികളുടെ തലയിൽ വെച്ചിട്ട് പോവുകയാണ്. ഇവരൊരു വിരൽ കൊണ്ട് പോലും അത് എടുക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ മനുഷ്യർ ചെയ്യേണ്ട, എൻ്റെ 5-ാമത്തെ, തങ്ങളുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിനത്രേ ചെയ്യുന്നത്. തങ്ങളുടെ മന്ത്രപ്പെട്ട വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു. ഈ മന്ത്രപ്പെട്ട എന്ന് പറയുന്ന യഹൂദൻ, ഈ പരീശനൊക്കെ ശാസ്ത്രിയും, ഇവരൊരു തുകൽ കൊണ്ടുള്ള ഒരു ചെറിയ ബോക്സ് ഉണ്ട്. അതിനകത്ത് ദൈവവചനങ്ങളൊക്കെ എഴുതി കയ്യേലും ഇങ്ങനെ നെറ്റിയിലൊക്കെ ഇട്ടു. അപ്പോൾ അവർ ഈ വായിക്കുന്ന വചനങ്ങൾ അതൊക്കെ എഴുതി ഇതിനകത്ത് അതിൻ്റെ ഈ വിസ്തൃതി ഇങ്ങനെ, എൻ്റെ സൈസ് ഇങ്ങനെ കൂട്ടിക്കൂട്ടി വരും. അപ്പോൾ ഇവൻ ഭയങ്കര ആത്മീയനാണെന്ന് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് പറ്റും. അപ്പം മന്ത്രപ്പെട്ട അല്ലെങ്കിൽ ഒരു ചെറിയ തുകൽപ്പെട്ടി എന്നാണ് പറയുന്നത്. അതിൻ്റെ അല്ലെങ്കിൽ സ്തോത്രം, അത് നെറ്റിയിലോ കയ്യിലോ കെട്ടി അതിൻ്റെ ഓരോ ദിവസം എൻ്റെ വലിപ്പം കൂടുമ്പം മറ്റുള്ളവർ മനസ്സിലാക്കണം ഞങ്ങൾ ഭയങ്കര ആത്മീയരാണ്. സ്തോത്രം. അപ്പം മറ്റുള്ളവരെ കാണിക്കുവാനായിട്ട് നമുക്ക് എങ്ങനെയും ആത്മീയനാകുവാനായിട്ട് കഴിയും. സ്തോത്രം. നമ്മളിതൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മളെ തന്നെ, ഞാൻ എന്നെ തന്നെയാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ നമ്മുടെ ആത്മീയതയുടെ വേഷം പലപ്പോഴും നമ്മൾ കെട്ടുന്നുണ്ടോ? നമ്മൾ സ്വയപരിശോധന നടത്തുവാനായിട്ട് ഇന്ന് പകൽക്കാലം നമ്മൾ അല്ലെങ്കിൽ സ്തോത്രം കർത്താവിൽ നമുക്ക് സമർപ്പിക്കാം. അവരുടെ തൊങ്ങൽ വലുതാക്കുന്നു. തൊങ്ങൽ, സ്തോത്രം ചെയ്യാം. അതിന് നമ്മൾ ഈ ആവർത്തന പുസ്തകം വായിക്കേണ്ട 11-18, സംഖ്യാപുസ്തകം 15-38 വാക്യങ്ങളാണ് ഇതിനെ
ആധാരമായിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഈ തൊങ്ങൽ, അതിൻ്റെ അരികുകൾ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് അതിൻ്റെ ആ വലിപ്പം കൂട്ടുമ്പോഴാണ് അവർ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണെന്ന്, അല്ലെങ്കിൽ പുറമേ അവരെന്തൊക്കെയോ ചെയ്യുന്നതായിട്ട് മനുഷ്യനെ കാണിക്കും. നമുക്കതിൻ്റെ ഈ ഗിരിപ്രഭാഷണത്തിലേക്ക് നമുക്ക് മടങ്ങി വരുമ്പോൾ അതിൻ്റെ മത്തായിയുടെ 6-ാം അധ്യായത്തിൽ ഈ കപടഭക്തിക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതിനെ കർത്താവ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. സ്തോത്രം ചെയ്യാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. സ്തോത്രം ചെയ്യാം. 1, പരീശനും ശാസ്ത്രിയും പിച്ച കൊടുക്കുമ്പോൾ നാട്ടുകാർ മുഴുവൻ അറിയും. അവിടെ പറയുന്ന എൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പെട്ടെന്ന് വായിക്കാം. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ. സ്തോത്രം. നമ്മുടെ നാട്ടിൽ ഇനിയിപ്പോൾ ജൂൺ മാസം വരുമോ നിങ്ങൾക്കറിയാം. സ്തോത്രം. അവിടെ ഒരു പബ്ലിസിറ്റി ഉണ്ട്. കുറേ പുസ്തകവും കുടയും ഒക്കെ മേടിച്ച് കുറേ ഫോട്ടോയൊക്കെ എടുത്ത് കുറേ പിള്ളേരെയൊക്കെ വിളിച്ച് ഇത് കൊടുത്തിട്ട് ഇത് ഫേസ്ബുക്കിലും വാട്സപ്പിലും ലോകം മുഴുവൻ കാണിക്കും. എന്ത് ലജ്ജാകരമായ കാര്യമാണ് പ്രിയമുള്ളവരെ നമ്മൾ ചെയ്യുന്നത്. ആ കുഞ്ഞിനുണ്ടാകുന്ന ഒരു എന്താ പറയുക ഇൻഫീരിയറിറ്റിയോ, ആ മറ്റു കുഞ്ഞുങ്ങൾ, പണമുള്ള കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് ഈ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന അപകർഷതയെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്ത് വളരെ ലജ്ജാകരമായ അനുഭവമാണ് നമ്മുടെ സഭകൾ നേതൃത്വത്തിരിക്കുന്നവർ കാണിക്കുന്നതെന്ന് ഈ സമയം ഞാൻ ഓർക്കുകയാണ്. ഞാൻ പറയാം, നമുക്ക് ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ അവൻ രഹസ്യമായി ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ വിളിച്ചിട്ട് രഹസ്യമായി കൊടുക്കുക. എന്നിട്ട് പറയാം, നിങ്ങളുടെ കുഞ്ഞിനെ പോയിട്ട് പുസ്തകവും നോട്ടുബുക്കും മേടിച്ചു കൊടുക്കുക. അപ്പോൾ ആ കുഞ്ഞിനറിയത്തില്ല ഈ അപ്പൻ എവിടെ നിന്നാണ് പൈസ കിട്ടിയെന്ന്. അപ്പൻ കൊണ്ടുവന്ന് ഈ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുക. അവൻ്റെ മനസ്സിന് സന്തോഷമായിരിക്കും. സ്തോത്രം. തയ്യൽ മെഷീൻ കൊടുക്കുന്നു, പിന്നെ എന്തൊക്കെ കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു. അത് നാട്ടുകാരെ മുഴുവൻ കാണിച്ച് അവർക്കുണ്ടാകുന്ന അപകർഷതയെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് ഇതിനെ ആ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കപടഭക്തിക്കാരെ നോക്കി റിബീക്ക് ചെയ്യുകയാണ്, അവർ ശാസിക്കുകയായിരുന്നേ. സ്തോത്രം. അവരെ കുറിച്ച് പറഞ്ഞ ഹിപ്പോക്രൈറ്റ്സ്. ഹല്ലേലൂയ. അമ്മ എവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, പെട്ടെന്ന് വായിക്കാം, സമയം. സ്തോത്രം. ഞാൻ കറക്റ്റ് 1 മണിയാകുമ്പം നിർത്തും പാസ്റ്ററെ. ഹല്ലേലൂയ. സ്തോത്രം. അതിൻ്റെ 2-ാമത്തെ വാക്യം. പേടിക്കണ്ട, ഇപ്പം സമയം പോകും. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്നതല്ല മറ്റുള്ളവർ ചെയ്താൽ നമുക്ക് പിന്നെ പ്രതിഫലമൊന്നുമില്ല. പിന്നെ പ്രതിഫലം എന്ന് പറഞ്ഞ് നമ്മൾ പാടുകയും ചെയ്യരുത്. സ്തോത്രം. പ്രതിഫലം തന്നിടുവാ യേശുരാജൻ പാട്ടൊക്കെ പാടും. പക്ഷേ നമ്മുടെ പ്രതിഫലമെല്ലാം ഇവിടെ വെച്ച് അവസാനിക്കും. അപ്പം മറ്റുള്ളവർ ഹല്ലേലൂയ സ്തോത്രം മനുഷ്യരാൽ മാനം ലഭിക്കുവാൻ, മനുഷ്യരെ ഹല്ലേലൂയ അവരുടെ മുമ്പിൽ നമ്മൾ പ്രൗഡ് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും കർത്താവ് ശാസിക്കുന്നു. ഒരു പ്രസാദവും ഇല്ല കർത്താവിന്. ഈ വചനം ഞാനല്ല പറയുന്നത്, കർത്താവിൻ്റെ വചനമാണ് നമ്മോട് സംസാരിക്കുന്നത്. മറ്റുള്ളവർ കാണാൻ വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യരുത് പ്രിയമുള്ളവരെ. ഞാനും നിങ്ങൾ മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്യരുത്. ഞാൻ എന്തു ചെയ്യുന്നുവോ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് റിവാർഡ് തരും. അതുകൊണ്ടാണ് മോശ കഷ്ടം അനുഭവിച്ചത്. ഹല്ലേലൂയ. ആമേൻ. എബ്രായ ലേഖനം പൗലോസ് എഴുതുമ്പോൾ മോശയെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ദ വലിയ ധനമെന്നെണ്ണി. പ്രതിഫലം ഇവിടെയല്ല. ആമേൻ. പിന്നെ എബ്രായ ലേഖനത്തിൽ എഴുതുമ്പോൾ സ്വർഗത്തിൽ ആമേൻ നിങ്ങൾക്ക് ഉത്തമ സമ്പത്തുണ്ടെന്ന് അറിഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം ഇവിടെയുള്ള സമ്പത്തുകളുടെ അപഹാരവും നിങ്ങൾ സഹിച്ചുവല്ലോ. നമുക്ക് നഷ്ടപ്പെട്ട, നമ്മളെ പറ്റിച്ചുകൊണ്ട് പോയത്, നമ്മളെ ഹല്ലേലൂയ ഒത്തിരി പേര് പറ്റിച്ചു നമ്മുടെ പൈസയൊക്കെ കൊണ്ടുപോയതൊക്കെ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് സഹിക്കാൻ കഴിയുന്നത് സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഒരു ഉത്തമ സമ്പത്തുള്ളതുകൊണ്ടാണ്. പണ്ട് ഞങ്ങളുടെ ചർച്ചിലൊരു പാർട്ടി വരാമെന്ന് പറഞ്ഞൊരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു യുവാവാണ്. ഞാൻ കുറേ പൈസ ചിലവാക്കി, കുറേ പൈസ കടം കൊടുത്തു, തിരിച്ചു കിട്ടിയില്ല. അപ്പോഴാണ് ഈ എബ്രായ ലേഖനം ഈ വാക്യം വായിച്ചത്. സ്തോത്രം. അത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിനൊരു സമാധാനം കിട്ടിയത്. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ ഞാൻ പറഞ്ഞു, പൈസ കിട്ടിയില്ലേലും കുഴപ്പമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഭാഗം വിടുന്ന സമയത്തിൻ്റെ ചുരുക്കം മൂലം 3-ാമത്തെ വാക്യം 6:3 പെട്ടെന്ന് വായിക്കും.
പ്രിയമുള്ളവർ, നമ്മൾ എന്ത് കൊടുത്താലും വലങ്കൈ കൊടുക്കുന്നത് ഇടങ്കൈ പോലും അറിയും എന്ന് പറഞ്ഞാൽ ഒരു അവയവം അറിയുന്നത് എൻ്റെ അത്ര തീവ്രമായ ഒരു ചിന്തയാണ് ഇവിടെ കർത്താവ് പങ്കുവെക്കുന്നത്. വലങ്കൈ കൊടുക്കുന്നത് ഒരു അവയവം കൊടുക്കുന്നത് വേറെ അവയവം അറിയരുതെന്ന്. സ്തോത്രം. നമ്മൾ എന്ത് കൊടുത്തു, എന്ത് ചെയ്തു എന്നൊന്നും നമ്മൾ മനുഷ്യരെ കാണിക്കരുത്. സ്തോത്രം. ഞാനൊരു ചർച്ചിൽ ചെന്നപ്പോൾ ആ ചർച്ചിലെ ക്ലോക്ക് നോക്കി, വലിയൊരു ക്ലോക്ക്, അതിനകത്ത് ഈ കൊടുത്ത ആളുടെ പേരിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പൊ ഈ കൊടുത്ത വ്യക്തിയുടെ പേര് കാണണം. സ്തോത്രം. എന്നാലേ അവനൊരു സമാധാനം വരുത്തുള്ളൂ. കാരണം ഞാനാണ് ഈ സഭയ്ക്ക് കൊടുത്തത്. ഞാനെന്ന ഭാവം. നമ്മളിവിടെ പറയാം, നമ്മളിപ്പോൾ ഈ ചർച്ച നമ്മുടെ നമുക്ക് സങ്കല്പിക്കുക, ഇവിടെ ഒരു 10 ഫാൻ ഇവിടെ മേടിച്ചിട്ട് അല്ലെങ്കിൽ ലൈറ്റൊക്കെ ഹോളിലോട്ട് കയറുമ്പോഴേ നമ്മുടെ ഹൃദയത്തിൽ വരും, എൻ്റെ ഫാൻ കിടന്ന് കറങ്ങുന്നുണ്ടോ, ഓ ലൈറ്റൊക്കെ, ഓ നമ്മുടെ അകത്തുനിന്ന് ദേഹി അല്ലെങ്കിൽ ആ ഫ്ലഷിൽ നിന്ന് വരുന്ന ഒരു സന്തോഷം. സ്തോത്രം. ഇത് 10 പേരോട് നമ്മൾ പറയാനുള്ള അവസരം എടുക്കും. ഇപ്പം ചർച്ചിൽ ഒത്തിരി ഓപ്ഷൻ ഉണ്ടായി. സ്തോത്രം. പ്രത്യേകം പറയുന്നുണ്ട് ഡൊണേറ്റഡ് ബൈ, അവിടെ പ്രത്യേക ബോർഡ് വെച്ചിട്ടുണ്ട്, അതിനകത്ത് നമ്മുടെ പേരെഴുതും. പണ്ടൊരു ദിവസം പറഞ്ഞ് 1,00,000 രൂപ തരാമെങ്കിൽ നിങ്ങളുടെ പിന്നെ ആ വീടിൻ്റെ ഞങ്ങൾ കുറേ വീട് വെക്കാൻ പോകുന്നുണ്ട്. സ്തോത്രം. 1,00,000 രൂപ തരാമെങ്കിൽ നിങ്ങളുടെ പേര് ഒരു വലിയ മാർബിൾ ഫലകത്തിൽ കൊത്തി അവിടെ എഴുതി വെക്കാമെന്ന് പറഞ്ഞു. സ്തോത്രം. നമ്മൾ കൊടുക്കുന്നത്, ഹല്ലേലൂയ, എൻ്റെ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, സ്തോത്രം, ഇന്നത്തെ നമ്മുടെ സഭയുടെ ജീർണതയൊക്കെ, ആമേൻ, സ്തോത്രം, ആ കാലഘട്ടത്തിൽ കർത്താവ് കണ്ടിട്ട് ഇത് മത്തായി എഴുതിയ ഒരു ഭാഗമാണ്. സ്തോത്രം. ഞാൻ വേഗത്തിൽ ആ ഭാഗങ്ങളൊക്കെ വിടുന്നു. സ്തോത്രം. ദൈവം ഇത് നമ്മൾ ഇതൊക്കെ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ചെയ്യുന്നതെല്ലാം കർത്താവിനെന്ന പോലെ ചെയ്യുക. സ്തോത്രം. കർത്താവ് പ്രതിഫലം തരും. നമ്മൾ ആർക്കും 1 രൂപ കൊടുത്താലും കർത്താവ് അത് നമുക്ക് ഏത് വഴി കൂടെയും നമുക്ക് തിരിച്ചൊരു ദൈവമാണ്. ഒരുപക്ഷെ നിങ്ങൾ ചെയ്യുന്നത് ആരും കാണത്തില്ല, നിങ്ങൾ സങ്കടപ്പെടണ്ട. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആരും കാണത്തില്ലായിരിക്കാം, പക്ഷെ നിങ്ങളുടെ പേര് പറയാൻ ഇവിടെ ആരും കാണത്തില്ല. ഇന്നാര് പ്രാർത്ഥിച്ചു, ഇന്നാര് പ്രാർത്ഥിച്ചു, ഇന്ന പ്രാർത്ഥിച്ചു, ഇവിടെ ആരും പറയാൻ കാണത്തില്ലായിരിക്കും. പക്ഷെ നിങ്ങൾ ഭാരപ്പെടേണ്ട, രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിങ്ങൾക്കൊരു പ്രതിഫലം തരും. രണ്ടാമത്, പ്രാർത്ഥനയെക്കുറിച്ചുള്ള പരീശന്റെയും ശാസ്ത്രിയുടെയും രീതികളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. 5-ാമത്തെ വാക്യം. അപ്പൊ അവരെ ഹിപ്പോക്രൈറ്റ്സ് അല്ലെ ഈ ശാസ്ത്രിയും പരീശനും അവരെ കപടഭക്തിക്കാരാണ്, അവരെ കുറിച്ചായി പറയുന്നതല്ല. അവർ നീ പ്രാർത്ഥിക്കും, മറ്റുള്ളവരെ കാണാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി. അടുത്ത ഭാഗം, അതിൻ്റെ 7-ാമത്തെ വാക്യം, അതിൻ്റെ 6-ാമത്തെ വാക്യം. ഈ നമുക്കെല്ലാം ഒരു നമ്മൾ ഇത്തിരി പ്രാർത്ഥിക്കുന്ന ആൾക്കാരാന്നൊക്കെ 10 പേരെ അറിയണം നമുക്ക്. സ്തോത്രം. ചിലരൊക്കെ വിളിക്കുമ്പം, ബ്രദറെ എവിടെ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവരെയൊക്കെ ഒന്ന് അറിയിക്കാൻ ഉള്ള ആഗ്രഹമുണ്ട്. സ്തോത്രം. പണ്ട് ഞാനും ഇത് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ വചനമൊക്കെ വായിച്ചപ്പോഴാണ് എനിക്കൊരു ബോധം വന്നത്. ഇന്ന് കേട്ടതുപോലെ വചനകത്ത് ചെന്നപ്പോഴാണ് അതിനെ ശുദ്ധി വരുത്തിയത്, ഒരു ക്രമീകരണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. ഇവിടെ താഴ്ത്ത് വായിക്കുമ്പോൾ കർത്താവ് പറയാം, നിങ്ങൾ ഒത്തിരി ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ അവർക്ക് ഉത്തരം ലഭിക്കും. നമ്മുടെ ഒരു വിചാരമുണ്ട്, നമ്മൾ ഈ ഒത്തിരി നീട്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് കർത്താവ് കേൾക്കുന്നതെന്നാണ്. സ്തോത്രം. ഞാനിത് പറയുമ്പോൾ മൊത്തത്തിലാണ് പറയുന്നത്. ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഈ നീട്ടി പ്രാർത്ഥന ഒത്തിരിയൊക്കെ ചെയ്ത് ഇതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴേ എനിക്ക് ബോധം വീണത്. സ്തോത്രം. നമ്മൾ ഈ സഭയിലൊക്കെ പ്രാർത്ഥിക്കുമ്പം എല്ലാം നോക്കിക്കണ്ടു, കാരണം നമ്മൾ മാത്രം കുറേ പേര് പ്രാർത്ഥിക്കാറുണ്ട്. സ്തോത്രം. അവർക്കൊക്കെ സമയം കൊടുക്കണം. നമ്മൾ ഒത്തിരി ഇങ്ങനെ നീട്ടി കർത്താവ് നീ നീട്ടി പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട, നിൻ്റെ ആവശ്യം നിൻ്റെ പിതാവിനറിയാം. ഇവിടെ അങ്ങനെ താഴ്ത്ത് എഴുതിയിരിക്കുന്നത് ഞാൻ പറഞ്ഞതല്ല, എൻ്റെ ശബ്ദമേ അല്ല, ഇത് കർത്താവിൻ്റെ വചനത്തിലുള്ള ശബ്ദമാണ്. നമ്മൾ ഒത്തിരി ഇങ്ങനെ നീട്ടിക്കിടന്നൊരു വിഷയമൊക്കെ വെച്ച് ഇങ്ങനെ നീട്ടി അതിന് പൊടുപ്പും തൊങ്ങലും സാഹിത്യമൊക്കെ ചേർത്ത് നമ്മൾ പ്രാർത്ഥിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നാണ് കർത്താവ് പറയുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ സ്പെസിഫിക് ആയിരിക്കുക, അത് വ്യക്തമായി കർത്താവിനോട് തുറന്നു പറയുക. കാരണം നമ്മുടെ കർത്താവിന്
നമ്മുടെ മേൽ, ഹല്ലേലൂയ, നീതിമാന്മാരുടെ മേൽ അവൻ്റെ കണ്ണും ചെവിയൊക്കെ തുറന്നിരിക്കുക പ്രാർത്ഥനയ്ക്കായി. നമ്മുടെ പ്രാർത്ഥനകളുടെ രീതികൾ മാറട്ടെ. പണ്ട് ഞങ്ങളുടെ സൗദിയിൽ ഒരു ചർച്ചിൽ ഒരു ബ്രദർ ഉണ്ടായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആ ബ്രദർ പ്രാർത്ഥന തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഹോള് വിടാനുള്ള സമയമാകും. അങ്ങനെ നീട്ടി പ്രാർത്ഥിക്കുന്നവർ, അത് നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ നീട്ടി പ്രാർത്ഥിച്ചാൽ മാത്രമേ കർത്താവ് കേൾക്കൂ എന്നുള്ളത്, ഹല്ലേലൂയ, സ്തോത്രം, ഒരു ധാരണ, മിഥ്യാധാരണ ഹൃദയത്തിനകത്ത് കടന്നിട്ടുണ്ട്. കർത്താവ് പറയാ, നീ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, മറ്റാരും കാണണ്ട, അവൻ രഹസ്യത്തിൽ കാണുന്ന, അല്ലെങ്കിൽ അതിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക 1, 2, 3 മണിക്കൂർ എടുത്ത് മുറിക്കാത്തിരുന്ന് അങ്ങ് പ്രാർത്ഥിച്ചു. എത്ര മണിക്കൂർ വേണമെങ്കിലും എടുക്കാം. സ്തോത്രം, ഹല്ലേലൂയ. ഈ ചില ആൾക്കാർ ഈ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, അവർക്ക് അതിനുള്ള സമയമില്ല. അവർക്ക് കിട്ടുന്ന സമയം ഈ ചർച്ചിലാണ്, വെച്ച് അങ്ങ് പെരുക്ക് ഇവിടെ വരുമ്പോൾ. ഇവിടുത്തെ കാര്യമല്ല പറയുന്നത്, ഇവിടെ നമ്മൾ എല്ലാവരും വളരെ പരിജ്ഞാനത്തോടൊക്കെയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ കാര്യമേ അല്ല പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ചർച്ചിൽ അച്ചാനെ എനിക്കറിയാം, പുള്ളിക്ക് ഈ റൂമിലൊന്നും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പുള്ളി അങ്ങ് പ്രാർത്ഥന തുടങ്ങി പിന്നെ ആദ്യം പ്രൈസ് ആൻഡ് വർഷിപ്പാണ് തുടങ്ങുന്നത്. സ്തോത്രം. അത് തുടങ്ങി പ്രാർത്ഥിച്ച് ഒരു പരുവമാവും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇവരുടെ എല്ലാം ചിലവർക്ക് പ്രാർത്ഥിക്കാൻ അവിടെ സാഹചര്യം ഇല്ലാതിരിക്കും, അത് ചർച്ചിലാണ് കൊണ്ടുവന്ന ഭാരം ഒന്ന് ഇറക്കി വെക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ കർത്താവ് പറയുന്നു, പ്രാർത്ഥിക്കയിൽ ഞാൻ ഈ ഇതിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ്. സ്തോത്രം. ഞാൻ ക്രമീകരിക്കപ്പെട്ടത് ഈ വചനം പഠിച്ചതിന് ശേഷമാണ്. സ്തോത്രം. അതുകൊണ്ട് ഞാനും വ്യത്യസ്തനായ ഒരു വ്യക്തിയൊന്നുമല്ല, അവരെക്കാളൊന്നും ഞാൻ ഹല്ലേലൂയ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളുമല്ല, ഇപ്പോഴും പെർഫെക്റ്റ് അല്ല. ക്രിസ്തുവിലാണ് നമ്മളെല്ലാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ അവരോട് നിങ്ങൾ തുല്യരാകരുത്. ഞാൻ ആ ഭാഗം വായിച്ചു. നിങ്ങൾക്ക് ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു, താഴെ അവരെ പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. മൂന്നാമത് കപടഭക്തിക്കാർ ചെയ്യുന്ന മറ്റൊരു ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഉപവാസ പ്രാർത്ഥനയാണ്. ഉപവാസ പ്രാർത്ഥന, അതിൻ്റെ 16-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഈ ഉപവാസം എടുക്കുമ്പോൾ ചില ആൾക്കാരുണ്ട്, അവർ ഞാൻ ഇങ്ങനെ ഉപവസിക്കുകയാണ് എന്ന് 10 പേരെ കാണിക്കണം. അത് ഭയങ്കര, എന്നാലേ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരത്തുള്ളൂ. അപ്പോൾ വാടിയ മുഖം കാണിക്കാനായിട്ട് പാടില്ല എന്ന്, ഇതെല്ലാം യഹൂദ പശ്ചാത്തലത്തിൽ നിന്നാണ് കർത്താവ് സംസാരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ അവരുടെ കൾച്ചറും അവരുടെ സാഹചര്യങ്ങളും മനസ്സിലാക്കി കണ്ടുകൊണ്ടാണ് കർത്താവ് അവരോട് സംസാരിക്കുന്നത്. ഈ കാലഘട്ടം വളരെ വ്യത്യസ്തമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇതിനെപ്പറ്റി ഒരു കാര്യം കൂടെ. ഈ പണ്ടൊരു ഗൾഫിൽ അച്ചായനോട് പറഞ്ഞ ആ പാസ്റ്റ് ഇങ്ങനെ വിളിച്ചിട്ട് പറയുകയാണ്, അച്ഛാ നല്ല പോസ്റ്റ് ഇരിക്കുന്ന ഒരാളാണ്, നല്ല സാലറി, ഇത് ഈ പാസ്റ്ററിനറിയാം. സ്തോത്രം, ഹല്ലേലൂയ. അച്ഛാ, അടുത്ത ആഴ്ച നമ്മൾ 21 ദിവസം ഉപവാസ പ്രാർത്ഥന വെക്കുക, 3 ലക്ഷം രൂപ ചിലവുണ്ട്. അപ്പോൾ പുള്ളി വെച്ച് പട്ടിണി കിടക്കുന്നതിന് 3 ലക്ഷം രൂപയോ? സ്തോത്രം, ഹല്ലേലൂയ. അത് ഉപവാസത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇവിടെ 21 ദിവസം ഉപവാസ പ്രാർത്ഥന ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. സ്തോത്രം. നമ്മളിതൊക്കെ ചിന്തിക്കണം. ഇത് ദൈവവചനം നമ്മൾക്ക് ബേസിക് അടിസ്ഥാനമില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവിനോടാണ്, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്കാണ് വരുന്നത്. 1-ാം നൂറ്റാണ്ട് അപ്പോസ്തലന്മാർ ആരാധിച്ചും ഉപവസിച്ചുകൊണ്ടിരുന്നു. അവരെങ്ങനെ നോട്ടീസ് അടിക്കാൻ പോയില്ല. അതിനുള്ള മീഡിയകളില്ലായിരിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. മാധ്യമങ്ങളില്ലാതിരിക്കാം. നമ്മൾ ഉപവസിക്കുന്നത്, സഭ പ്രാർത്ഥിക്കുന്നത് സഭയുടെ ചില വിഷയങ്ങൾക്കായിരിക്കാം, സഭയുടെ ചില ഫോക്കസുകൾക്കായിരിക്കാം, രാജ്യത്തിൻ്റെ വിടുതലായിരിക്കാം. അത് നമ്മളും ദൈവവുമായുള്ള ബന്ധത്തിലാണ് നമ്മൾ ഉപവസിച്ച് ഹല്ലേലൂയ മുന്നേറുന്നത്. അതൊരിക്കലും സ്തോത്രം നാട്ടുകാരുടെ മുമ്പിൽ വിളങ്ങുവാനുള്ളതല്ല. സ്തോത്രം, ഹല്ലേലൂയ. അദ്ദേഹം പൈസ ഒന്നും കൊടുത്തില്ല, പട്ടിണി കിടക്കുന്നതിന് 3 ലക്ഷം ചോദിച്ചുകൊണ്ട് അതങ്ങ് അവസാനിപ്പിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. 17-ാമത്തെ വാക്യം. അവിടെ ആ കാലഘട്ടത്തിൽ അവർ ഈ ഉപവസിക്കുന്ന രട്ടിലും വെണ്ണീറിലും ഒക്കെ ചാക്കും ഒക്കെ ഇട്ട് തലയിൽ ഈ ചാമ്പലും ഒക്കെ വാരിയിട്ട് അങ്ങനെ ഒരു ഉപവസിക്കുന്ന യഹൂദ പശ്ചാത്തലത്തിൽ ആ കർത്താവ് പറയുന്നത്, നീ ഒരു കാര്യം ചെയ്തെല്ലാം കഴുകി, മറ്റുള്ളവരൊന്നും അറിയണ്ട, മുഖത്ത് ഹല്ലേലൂയ, സ്തോത്രം, തലയിൽ എണ്ണ തേച്ച്
മുഖമൊക്കെ കഴുകണം. കാരണം നീയും കർത്താവുമായുള്ള ബന്ധത്തിലാണ് ഉപവസിക്കുന്നത്. സഭയായാലും വ്യക്തിയായാലും നാം ഉപവസിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് കർത്താവുമായുള്ള ബന്ധത്തിലായിരിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ ഒരിക്കലും നാട്ടുകാരെ കാണിക്കാനോ പോസ്റ്റ് അടിച്ച് പബ്ലിസിറ്റി കൊടുക്കാനോ ഒന്നും ശ്രമിക്കരുത്. കാരണം പരീശനും ശാസ്ത്രിയും ഇവൻ ഈ പരസ്യമായിട്ട് ഇതൊക്കെ ചെയ്ത് ഞാൻ ഉപവാസമാണ്, ഞാൻ 10 പേരെ ഇങ്ങനെ കാണിക്കും, ഞങ്ങൾ ഭയങ്കര ഭക്തന്മാരാണെന്ന് ആ കാലഘട്ടത്തിൽ അവരിത് കാണിച്ചിരുന്നു. കപടഭക്തി എന്നാണ് കർത്താവ് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, സ്തോത്രം. പിന്നീട് ഞാൻ ഇവരെപ്പറ്റി സ്തോത്രം, പിന്നീട് നമ്മൾ കർത്താവ് ഇവരെപ്പറ്റി മനസ്സിലാക്കുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, 23-ാം അധ്യായത്തിൽ വരുമ്പോൾ, നമ്മൾ നേരത്തെ വായിച്ച 20 അധ്യായത്തിൽ വരുമ്പോഴാണ് ഇവരെ റിബ്യൂക്ക് ചെയ്ത് പറയുന്ന ഭാഗങ്ങൾ. അതിനകത്ത് ഹല്ലേലൂയ, സ്തോത്രം, അതിനകത്തോട്ട് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ, അതാണെന്ന് ഫിലോബർ തുടക്കത്തിൽ ഒരു വായിച്ച ഒരു ഭാഗം, അതിൻ്റെ 13-ാം അധ്യായത്തിലോട്ട്, 13-ാമത്തെ വാക്യം, 23-13. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരും, നിങ്ങൾക്ക് ആ കഷ്ടം, നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു, നിങ്ങൾ കടക്കുന്നതില്ല, കടക്കുന്നവരെ കടക്കുവാൻ സമ്മതിക്കുന്നതുമില്ല. അപ്പം ഇതിനകത്ത് വരുന്ന കോണ്ടക്സ്റ്റ് എന്ന് പറയുന്നത്, ആ കാലഘട്ടത്തിൽ ഒത്തിരി വിധവമാർ യഹൂദ മതത്തിൽ വരികയും ഇവരോട് ചെന്ന് തന്ത്രപരമായി കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയും അവരെ ചേർത്ത് നിർത്താമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ വീടും വസ്തുക്കളും എല്ലാം ഈ ശാസ്ത്രി പരീശനും ഒക്കെ സ്വന്തമാക്കും. എന്നിട്ട് അവരെ തള്ളിക്കളയും. സ്തോത്രം. അവരെ ദൈവരാജ്യത്തിലേക്ക് കടക്കുവാനായിട്ട് അവർ സമ്മതിക്കുകയില്ല. അവർക്ക് വേണ്ടതായിട്ടുള്ള ടീച്ചിങ് കൊടുക്കത്തില്ല. അവരുടെ വസ്തുവകകളെല്ലാം ഇവരടിച്ചു മാറ്റിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അവർ അനാഥമായി തീരും. അതിനെയാണ് കർത്താവ് എതിർക്കുന്നത്. സ്തോത്രം. അവിടെ പറഞ്ഞൊരു ഉപായ രൂപേണ ദീർഘമായി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ, അവര് വിധവമാർക്ക് ഒരിക്കലും ഇവരെ സ്തോത്രം തെറ്റിദ്ധരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രാർത്ഥനകൾ, അവരുടെ സമീപനങ്ങൾ കേട്ടാൽ അവർക്ക് തോന്നി ഇവർ ഞങ്ങളോട് കൂടെയാണെന്നാ തോന്നി. ഇവരെ പിന്നെ അടുത്ത ഭാഗം, സ്തോത്രം, ഇവരെ ആ ഭാഗം വിധവമാരെ ഉപേക്ഷിച്ച് കളയും. ഇവരുടെ ഹൃദയത്തിൽ ഭയങ്കര കഠിന ഹൃദയന്മാരാണ് ഇവർ. അതിനെ കർത്താവിടെ ശക്തമായിട്ട് എതിർക്കുന്നത്. ഞാനിപ്പം ഇത്രയും ഭാഗം നമ്മൾ ചിന്തിക്കുമ്പം ഇവർ പ്രാർത്ഥനയ്ക്ക് മോശമാണോ? നല്ല പ്രാർത്ഥിക്കുന്ന ആൾക്കാരല്ലേ. ഇവരെ ഭിക്ഷ കൊടുക്കുന്ന ആൾക്കാരാണ്. ഇനി അതിൻ്റെ താഴത്തൂടെ പറയുന്നുണ്ട്. സ്തോത്രം. അല്ലെങ്കിൽ ഞാനേക്ക് ഒന്നുകൂടെ വരാം, ആ ഭാഗം ഒന്നുകൂടെ പറയാം. ഇവർ ഉപവസിക്കുന്നവരാ, ഇവർ 3 നേരം പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മളെക്കാളൊക്കെ ഒത്തിരി മെച്ചമാവർ. നമ്മൾ 3 നേരം പോയിട്ട് 1 നേരം തന്നെ ഞരങ്ങിയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. സ്തോത്രം. അപ്പോഴാ 3 നേരം ഹല്ലേലൂയ, സ്തോത്രം, 3 നേരം പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ, സ്തോത്രം ഉണ്ട് എന്ന് ഞാനൊരു പൊതുവായി കോമണായി പറയുന്നേ ഉള്ളൂ. ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. സ്തോത്രം. ഇവിടെ രണ്ടാമത് പരീശനും ശാസ്ത്രിയും ഇവര് നമ്മളെക്കാൾ ഭയങ്കര എരിവുള്ളവരാണ് സുവിശേഷം പറയാനായിട്ട്. എന്താ? അവർ യഹൂദ മതത്തിൽ ചേർക്കുവാനായിട്ട്, സ്തോത്രം, ഭയങ്കരമായ താല്പര്യമുള്ളവർ. അതാണ് ഇവിടെ സ്തോത്രം 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നോക്കിയേ, കടലും കരയും ചുറ്റി നടന്ന് ഒരാളെ മതത്തിൽ ചേർക്കും. നമുക്കെന്തെങ്കിലും അത്രത്തോളം എരിവുണ്ടോ? ഒരാളെ ക്രിസ്തുവിലേക്ക് നേടാനായിട്ട് നമുക്കെത്ര എരിവുണ്ട്? അതാണ് നമ്മൾ ഈ അപ്പോസ്തലനായ പൗലോസ് സൈപ്രസിലും അന്ത്യോക്യയിലും പിസിദ്ധ്യാദേശം അന്ത്യോക്യയിലും ലുസ്ത്രയിലും ദർബയിലും ഒക്കെ ചെല്ലുമ്പോൾ അവിടെ സിനഗോഗുകൾ ധാരാളം ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാ? ഇവര് കപ്പൽ കയറി അവിടെ എല്ലാം പോയി യഹൂദ മതം പ്രചരിപ്പിച്ചു. അത്ര തീഷ്ണതയായിരുന്നു. സ്തോത്രം.
അവരെ നോക്കിയിട്ട് പറയാ നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കത്തില്ലെന്ന്. നമുക്കെങ്ങനെ കടക്കാൻ പറ്റും? സ്തോത്രം. അവര് ഈ ആൾക്കാരെ ചേർത്ത് കഴിഞ്ഞ ശേഷം ഇവരെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. അവരെ വേണ്ട രീതിയിൽ പഠിപ്പിച്ച് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി അവർ ഉപദേശിക്കത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, നിങ്ങൾ അവരെ ചേർത്ത ശേഷം ഇരട്ടി നരകയോഗ്യരാക്കുന്നു. കാരണം അവർ ഒരു വിശ്വാസി നിന്നവരാ. അവരതിനകത്ത് വിശ്വസിച്ചു. അവർക്ക് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകാം. ഇവിടെ വന്നപ്പോൾ അതുമില്ല ഇതും ഇല്ലാത്തൊരു പരുവത്തിലാക്കി അവരെ ഇരട്ടി നരക യോഗ്യന്മാരാക്കി മാറ്റുന്നു. അവരെ നോക്കി നിങ്ങൾക്കയ്യോ കഷ്ടം. സ്തോത്രം. യഹൂദ മതത്തിൻ്റെ തീവ്രമായി ചിന്തിച്ച് അവരെ മതത്തിൽ ചേർത്തുകൊണ്ടിരുന്ന, അങ്ങനെ ഈ റോമൻ ഗവൺമെൻറ് ഒത്തിരി ഉദ്യോഗസ്ഥന്മാരും അവരുടെ ഭാര്യമാരും ഒക്കെ ആ കാലഘട്ടത്തിൽ യഹൂദ മതം സ്വീകരിച്ചു. ഇവരത്ര എരിവുള്ളവരാ. അതാ പൗലോസ് ലേഖനം പറയുന്നേ, അവർ ദൈവത്തെക്കുറിച്ച് എരിവുള്ളവരാണ്. നമുക്ക് എത്ര എരിവുണ്ട്, നമ്മളത് ചിന്തിക്കണം. ഇവരെ നോക്കിയിട്ട് പറയാം ഇവര് സ്വർഗ്ഗത്തിൽ കടക്കത്തില്ല. സ്തോത്രം. അടുത്ത 23-ാമത്തെ വാക്യം അവിടെ വായിച്ചിട്ട് നിർത്താം. ഒരു കാര്യമുണ്ട്, ഇവര് 4 ടൈപ്പ് ദാനങ്ങൾ കൊടുക്കുന്നവരാണ്. ഒന്ന് ദശാംശം കൊടുക്കുന്നു, 2 സ്വമേധാ ദാനം കൊടുക്കുന്നു, പിന്നെ ആലയത്തിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾക്കൊരു പ്രത്യേക പൈസ കൊടുക്കുന്നു, പിന്നെ അവരുടെ വിളകളെല്ലാം കൂടെ, വർഷത്തിൽ ഇടുന്ന വിളകൾ എല്ലാം കൂടെ ശേഖരിച്ച് അതിൻ്റെ 10-1. അതാ ഇവിടെ പറയും. ഇവിടെ 4 പോയിട്ട് ഒരെണ്ണം പോലും. സ്തോത്രം. ഹല്ലേലൂയ. നോക്കി ഇവരുടെ നീതി നോക്കിയേ. ഇവരെത്ര സ്തോത്രം ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാണ്, ഭിക്ഷ കൊടുക്കുന്നവരാണ്. ഈ നിയമം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കാര്യം പോക്കായേനെ. സ്തോത്രം. 4 ടൈപ്പ് ദാനങ്ങൾ ആ കാലഘട്ടത്തിൽ അവർ കൊടുത്തിരുന്നു. അവരെ നോക്കിയിട്ട് പറയുകയാണ് അവർ കപടഭക്തിക്കാരാണ്. സ്തോത്രം. എന്താ കാരണം? ന്യായപ്രമാണത്തിലെ കാമ്പായിട്ടുള്ള കോറായിട്ടുള്ള കാര്യങ്ങളെ അവർ ത്യജിച്ചു കളഞ്ഞു. അതിനകത്ത് തൊട്ട് താഴെ പറയുന്നുണ്ട്, സ്തോത്രം, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത, ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയതിനെ ഉപേക്ഷിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് കർത്താവ് അവരെ ശാസിക്കുവാനുള്ള കാരണം. ന്യായപ്രമാണത്തിനകത്തുള്ള കോറായിട്ടുള്ള കാതലായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പഠിപ്പിക്കാതെ ബാഹ്യമായ കാര്യങ്ങൾ ചെയ്ത് ഒരു നീതി സ്ഥാപിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൽ കടക്കാനായിട്ട് അവർ താല്പര്യപ്പെടുമ്പോൾ അതിനെ ശക്തമായിട്ട് കർത്താവ് ശാസിക്കുകയാണ്. അവരുടെ അകത്ത് ഒരു ന്യായപ്രവൃത്തിയില്ല, അവരുടെ അകത്ത് ഒരു കരുണയില്ല, അവരുടെ അകത്ത് ഒരു വിശ്വസ്തതയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇതെല്ലാം ഉപേക്ഷിച്ചു കളഞ്ഞു. സ്തോത്രം. പ്രിയമുള്ളവരെ, കർത്താവ് വന്നത് ന്യായപ്രമാണം നീക്കുവാനല്ല, നിവർത്തിക്കാനാണ് വന്നത്. ന്യായപ്രമാണത്തിനകത്തെ കോറായിട്ടുള്ള കാതലായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ നീതിയെ പിന്തുടർന്നേ മതിയാകത്തുള്ളൂ. സ്തോത്രം. അവർ പറയുന്നു, കുരുടന്മാരായ വഴികാട്ടികളെ, നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ ആ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? സ്തോത്രം. കൊതുക് ഈ ചെറിയ കാര്യങ്ങൾ ഈസി ആയിട്ട് അരിച്ചെടുക്കാം, വലിയ കാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഒട്ടകത്തെ എന്ന് പറഞ്ഞാൽ ഈ വലിയ കാര്യമൊന്നും ഇവർ പറയത്തില്ല, ഒട്ടകത്തെ അവരങ്ങ് വിഴുങ്ങും. ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പുറമേ ഉള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് ദൈവത്തെ, ഇന്നത് കർത്താവിൻ്റെ ദാസൻ ആ ഭാഗം ഒന്ന് സ്പർശിച്ചു പോയായിരുന്നു, സോളിഷ് സ്പിരിച്വാലിറ്റിയെക്കുറിച്ച്. നമ്മളൊക്കെ ഈ പുറമേ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് രക്ഷപ്പെട്ട് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യണം, എല്ലാം നമ്മൾ ചെയ്യണം. പക്ഷേ അതുകൊണ്ടല്ല നമ്മുടെ അകത്തെ
നമ്മുടെ ഹൃദയത്തിനകത്തെ കാര്യങ്ങൾ ദൈവം കാണുന്നു. സ്തോത്രം. അതുകൊണ്ട് അതിൻ്റെ 25-27 വരെ വായിച്ചിട്ട് തുടർന്ന് നമുക്ക് പിന്നീട് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കാം. ഇരുന്നോട്ട് പെട്ടെന്ന് വായിച്ചാട്ടെ. ആ ആ ആ അപ്പം അവരുടെ അകത്ത് അതിക്രമവും കവർച്ചയും നിറഞ്ഞിരിക്കുന്നു. മറ്റുള്ളവരെ അപഹരിക്കുക, മറ്റുള്ളവരെ കവർന്നെടുക്കുക. പുറമേ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഭയങ്കര പ്രാർത്ഥിക്കുന്നവരാണ്, ഉപവസിക്കുന്നവരാണ്. പുറത്ത് ഒരു മനുഷ്യനും അവരെ ആത്മീയരല്ല എന്ന് പറയുവാനായിട്ട് കഴിയത്തില്ല. എന്നാൽ അകം ഭയങ്കര മോശമാണ്. ഈ ഫോൾ സീലിംഗ് പോലെ, ഫോൾ സീലിംഗ് ഇളക്കി കഴിഞ്ഞാൽ മേളിയിരിക്കുന്ന പൈപ്പ്, മറ്റേത് ഡക്റ്റ്, AC-യുടെ നമുക്ക് കണ്ട ഇത്രയും കച്ചടക്കകത്ത് നമ്മളിങ്ങനെ ഒരു സീലിംഗ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ഇതെല്ലാം മറയും. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മളുമൊക്കെ ഒരു ചെറിയ ഒരു ഫോൾ സീലിംഗ് ഒക്കെ ഇട്ട് നടക്കുകയാണോ എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. എന്നെ തന്നെയാണ് ഇതിനകത്തൂടെ കാണുവാനായി ശ്രമിക്കുന്നത്. അതിനകത്ത് പറയുന്ന അടുത്ത 27 അല്ല 20 അത് വായിച്ചു. അടുത്ത 27 നിങ്ങൾക്കാ കഷ്ടം. അപ്പൊ കല്ലറകളോട്, വെള്ളതേച്ച കല്ലറകളോട്, കല്ലറയുടെ അകത്ത് കിടക്കുന്ന അസ്ഥിയും ഇതൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. പുറമേ ഉള്ളത് നമുക്ക് പുറമേ, എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പുറമേ എത്ര ആത്മീയനായിട്ട് അഭിനയിക്കാൻ കഴിയും? എൻ്റെ അകം അറിയുന്ന കർത്താവ് മാത്രമേ ഉള്ളൂ. അതാണ് സ്തോത്രം അവിടെ പറയുന്നു. അകമേ ചത്തോടെ അസ്ഥികൾ സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. അടുത്ത വാക്യം, അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാരെന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞ തന്നെ. സ്തോത്രം. ഇത് ഞാൻ മാതൃസഭയിൽ പറഞ്ഞപ്പോൾ ഒരു സഹോദരൻ അവിടെ പറഞ്ഞു, സായം പാസ്റ്റർ ഇത് ഇച്ചിരി കട്ടിയായിട്ടുള്ള കാര്യമാണ്, സ്തോത്രം എന്ന് പറയുവാനിടയായി തീർന്നു. എങ്കിലും ഇത് അത്യാവശ്യമാണ് എന്നും പറയുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഞാൻ ഈ ഭാഗം ഇവിടെ വെച്ച് നിർത്തിയാണ്. ഇവരോട് കർത്താവ് പറയുന്ന യോഹന്നാൻ സ്നാപകൻ ഉപയോഗിച്ചൊരു പദപ്രയോഗമാണ്. സ്തോത്രം. അതിൻ്റെ ഒത്തിരി ഭാഗങ്ങൾ താഴെട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഞാനത് വായിക്കുന്നില്ല. അവരെ കർത്താവ് പറയുന്ന പരീശനെയും ശാസ്ത്രിയെയും നോക്കിയിട്ട് പറയുകയാണ്, പാമ്പുകളെ, സർപ്പസന്തതികളെ, നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? ഇത് മനസ്സിലാക്കിയാൽ കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കും. ഞാനത് ഇത് പറയാനുള്ള കാരണം, ഇത്രയും പുറമേയുള്ള നീതി പ്രവർത്തികൾ അവർ ചെയ്തിട്ടും ദൈവം അവരുടെ നീതി പ്രവൃത്തിയിൽ പ്രസാദിച്ചില്ല. അവരെ നോക്കിയിട്ട് നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? തുറന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവം അനുവദിച്ചാൽ നമുക്കെങ്ങനെ ഇവരുടെ നീതിയെ ഓവർകം ചെയ്യാം? ഇന്ന് പകൽക്കാലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളിതൊന്നും ചെയ്തിട്ടില്ല. 4 ടൈപ്പ് ദാനം കൊടുത്തിട്ടില്ല. ആമേ സ്തോത്രം. അവർ ആഴ്ചയിൽ എല്ലാ ആഴ്ച ഉപവസിക്കുന്നവരാ. ഹല്ലേലൂയ സ്തോത്രം. 3 നേരം പ്രാർത്ഥിക്കുന്നവരാ. ആമേ ഹല്ലേലൂയ സ്തോത്രം. എല്ലാ മേഖലയിലും അവർ സുവിശേഷം പറഞ്ഞിരുന്നവരാണ്. പക്ഷേ അവരോട് പോലും പ്രസാദമില്ലാതിരിക്കെ നമ്മുടെ മേൽ പ്രസാദം തോന്നുവാൻ കർത്താവിനൊരു കരുണ തോന്നി. കർത്താവിൻ്റെ നീതിയാണ്, നമ്മുടെ ഒരു പ്രവൃത്തിയുമല്ല, ഒരു കഴിവുമല്ല. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മളേതെങ്കിലും ഒരു നീതി സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുവാനായിട്ട് കഴിയത്തില്ല. കാൽവരി ക്രൂസിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ കർത്താവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ എനിക്ക് വേണ്ടി മരിച്ചെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ അവൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ള, ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്, ഞങ്ങൾ ജീവിക്കുന്നുള്ള ആ ഒരു വലിയ ഫെയ്ത്ത് തലത്തിൽ നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് മുൻപോട്ട് പോകുമ്പോഴാണ് നാം നീതീകരിക്കപ്പെടുവാനിടയായിത്തീരുന്നത്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ ഈ നീതിയെ നമുക്ക് സ്ഥാപിക്കാം, എങ്കിൽ ഈ നീതിയെ എങ്ങനെ നമ്മൾ അന്വേഷിച്ചു പോകാം എന്നുള്ള കാര്യങ്ങളോട് ചിന്തിപ്പാനായി കർത്താവിൽ ആമേ വരും ദിവസങ്ങൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.